പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി കൊണ്ട് പറയിച്ചു, മുഖ്യമന്ത്രി അൻവറിനെ കൊണ്ട് പറയിച്ചു എന്ന് പറഞ്ഞ കാര്യം എന്റെ കുടുംബത്തിലുള്ളവർ പോലും വിശ്വസിക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്റെ തിരിച്ചുള്ള ചോദ്യം, ഇത്തരത്തിൽ ദേശീയ നേതാവായ താങ്കൾ കൂടി രാജ്യസഭയിൽ ഇരിക്കുമ്പോൾ താങ്കൾ കൂടി പങ്കെടുക്കുന്ന മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവ് കൂടിയായ ശ്രീ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം കേരളത്തിന്റെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ മുഖ്യമന്ത്രിക്കെതിരായി കേരളത്തിലെ CPM നേതൃത്വത്തിനെതിരായി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹത്തിന്റെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ആ പറഞ്ഞതിനെ എൻഡോസ് ചെയ്ത് സംസാരിച്ചത് മുഖ്യമന്ത്രിയാണ്. അതിനെ ശരിവെച്ചുകൊണ്ട് സംസാരിച്ചത് മുഖ്യമന്ത്രിയാണ്. ആയിക്കോട്ടെ, PV അൻവറിന് വിവരമില്ലാഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ PV അൻവറിന്റെ കഴിവ് വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഭാഗമാണ് അത് പറഞ്ഞതെന്നിരിക്കട്ടെ. ഉത്തരവാദിത്വപ്പെട്ട CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയനെ സംബന്ധിച്ച് അത് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും കിട്ടുമെന്ന മറുപടിയാണോ പറയേണ്ടത്? അതോ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോയത് ശരിയായില്ല, അത് രാഷ്ട്രീയമായ മര്യാദയുടെ ഭാഗമല്ല, രാഷ്ട്രീയമായി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെ മറുപടി പറയാം എന്ന് പറയുന്നതായിരുന്നോ ശരി? മറിച്ച് അവിടെ PV അൻവർ ഉപയോഗിച്ച രാഷ്ട്രീയ മര്യാദകൾ എന്താണ് റഹീം? ആ ചോദ്യം പ്രസക്തമല്ലേ റഹീം? അങ്ങനെയായിരുന്നോ മുഖ്യമന്ത്രി അൻവറിനെ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരുന്നത്? അല്ല, അത് മുഖ്യമന്ത്രി ചെയ്ത് ശരിയെന്നോ തെറ്റെന്നോ നിങ്ങൾ രണ്ട് അഭിപ്രായം പറഞ്ഞോളൂ. എന്റെ ഭാഗത്ത് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അതല്ല, അതിന്റെ പൊളിറ്റിക്സ് അതല്ല, അതിന്റെ വാർത്ത അതല്ല. വളരെ കൗശലത്തോടെ കഴിഞ്ഞ തവണ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇവർക്ക് പ്രശ്നം രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് അൻവർ പറഞ്ഞതിന് ഇവരിപ്പോൾ ഒരു ന്യായീകരണം നടന്നുണ്ട്. എന്താണ്? അൻവറിനെ വിശുദ്ധനാക്കുക. അത് പാവം അൻവറിന്റെ വായിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഗൺ പോയിന്റ് നിർത്തി പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മുകളിൽ DNA ആരോപണത്തെ കൊണ്ട് വെക്കുകയും അൻവറിനെ വിശുദ്ധനാക്കി ഒക്കച്ചങ്ങാതിയാക്കാനുള്ള എടുക്കണോ? അത് ശരിയാണോ ശ്രീ റഹീം? ഇത്രയും ഇപ്പോൾ പറയുന്നു അങ്ങനെയുള്ള അൻവറിനെ മുഖ്യമന്ത്രി എൻഡോസ് ചെയ്തത് ശരിയാണോ? സാഹചര്യത്തിൽ അങ്ങ് കേൾക്ക്, അതല്ല അങ്ങ് കേൾക്ക്. ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പലതരത്തിലുള്ള വാക്പ്രയോഗങ്ങൾ ഉണ്ടാകും. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി അതിനെ ചോദിക്കുന്നത് ശരിയാകില്ല. സമയമായിരുന്നു. രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ UDF പ്രവേശനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളുമായി PV അൻവർ. രാഹുൽ ഗാന്ധിക്കെതിരായ DNA പ്രസ്താവനയിൽ മാപ്പപേക്ഷ ആവർത്തിച്ച അൻവർ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോടും മാപ്പ് ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് വ്യാജ ആരോപണം ഉന്നയിപ്പിച്ചതെന്നും അൻവർ വെളിപ്പെടുത്തി. മാപ്പപേക്ഷ സ്വീകരിക്കുന്നതായി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അൻവറിന്റെ ആഗ്രഹത്തിന് പ്രതീക്ഷ പകർന്നു.